പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നിങ്ങൾ സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും മനസമാധാനത്തോടെയും ഇരിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹമുള്ള ദിവസമാണ്. അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയുള്ളത് അനുഗ്രഹം തന്നെയല്ലേ? ദൈവം വാക്ക് തന്നിട്ടില്ലേ, നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ഇന്ന് നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ ശുശ്രൂഷയിലും എന്തോ ഒരു അനുഗ്രഹം ആവശ്യമില്ലേ? അത് ദൈവം നിങ്ങൾക്ക് അരുളി ചെയ്യും, ഭയപ്പെടേണ്ട. ആശീർവാദമൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത് നിലച്ചു നിൽക്കുന്നില്ലല്ലോ, പോവുന്നു. വരുമാനം വരുന്നു, അത് പോകുന്നു. ജോലി കിട്ടുന്നു, പക്ഷേ പെട്ടെന്നത് ഇല്ലാതാകുന്നു. ഒരു നന്മ വരുന്നത് പോലെ ഉണ്ടാകും, പക്ഷേ പോവുന്നു. ഒന്നും തങ്ങി നിൽക്കുന്നില്ല. ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, അത്രമാത്രം. അങ്ങനെയാണ് എന്റെ ജീവിതം നടക്കുന്നത്. ഒന്നും ശാശ്വതമായിട്ടില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുകയാണോ? അതിനൊരു വഴിയുണ്ട്. ആശീർവാദത്തെ നേടുന്നത് ഒരനുഭവം. അത് നമ്മുടെ ഉള്ളിൽ തങ്ങണം ശാശ്വതമായി. അതാണ് പരിപൂർണ അനുഗ്രഹം, അങ്ങനെയല്ലേ? അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് വചനം പറയുന്നു. ബൈബിളിൽ നോക്കൂ. സദൃശവാക്യം 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ഒരനുഗ്രഹമല്ല, അനുഗ്രഹങ്ങൾ. ദൈവത്തിങ്കൽ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. സുഖമുണ്ട്, പിന്നെ സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്, സ്വസ്ഥതയുണ്ട്, ബലമുണ്ട്, സകല വിധത്തിലുള്ള അനുഗ്രഹങ്ങളുമുണ്ട്. നിങ്ങൾക്കെന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ആശീർവാദങ്ങൾ. ദൈവം ഒരനുഗ്രഹമേ തരൂ എന്ന് പറഞ്ഞിട്ടില്ല. അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ തങ്ങും. പലതരത്തിലുള്ള അനുഗ്രഹം. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തങ്ങണം. അത് വന്നും പോയും ഇരിക്കുന്നു എന്ന് ചിലർ പറയും. അനുഗ്രഹങ്ങൾ തങ്ങുന്നില്ലല്ലോ. അനുഗ്രഹം വരുന്നത് പോലെ ഉണ്ടാകും, കുറച്ചു ദിവസം, പിന്നെ അത് പോകും. ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേകം ജനങ്ങളുണ്ട്, അല്ലേ? കുറച്ചു സമയത്തേക്ക് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട്, പിന്നെ വീട്ടിൽ നിന്നെല്ലാം ഇല്ലാതാകുന്നു. വഴക്കും വക്കാണവും, ഒരു സമാധാനവുമില്ല. വരുമാനം വരുന്നത് പോലെയുണ്ട്, സമൃദ്ധിയുള്ളത് പോലെയുണ്ട്, പെട്ടെന്നെല്ലാം തലതിരിയുന്നു. പിന്നെ കഷ്ടവും നഷ്ടവും പ്രാരാബ്ദങ്ങളും മാത്രമാകുന്നു. വിജയമുണ്ടാകുന്നത് പോലെ ഉണ്ടാകും. മക്കൾ ജയിക്കുന്നു, വിജയം നേടുന്നു. പെട്ടെന്ന് പഠിക്കാൻ വയ്യെന്ന് പറയുന്നു, പരീക്ഷയിൽ തോൽവി എന്ന് പറയുന്നു. ആശീർവാദം ശാശ്വതമായി തങ്ങുന്നില്ല എന്ന് വിചാരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായി അനുഗ്രഹം നിലയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം എന്താണ് പറയുന്നത്? നീതിമാന്റെ ശിരസിന്മേൽ ആശീർവാദം തങ്ങും. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ തങ്ങണമെങ്കിൽ നാം എങ്ങനെയുള്ളവരാകണം? നീതിമാന്മാരായിരിക്കണം എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഞാൻ പാപിയായി തന്നെ ഇരിക്കും. ദൈവം പാപികളെ അനുഗ്രഹിക്കുന്നവനല്ലേ? അനുഗ്രഹിക്കട്ടെ. ദൈവം പാപികളെ സ്നേഹിക്കും. പാപികളോട് പ്രിയമുണ്ടാകും. പാപികൾക്ക് ചിലപ്പോൾ അത്ഭുതം ചെയ്ത് തന്റെ നന്മയെ കാണിച്ചു കൊടുക്കും. ആശീർവാദമൊന്നും തങ്ങില്ല. ശാശ്വതമായി ആശീർവാദം തരാൻ സാധിക്കില്ല. അതിന് നാം മാറണം. പാപിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ മുതൽ മാനസാന്തരപ്പെടണമല്ലേ? തെറ്റാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ തെറ്റേറ്റു പറഞ്ഞത് ശരിയാക്കണമല്ലേ? അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നീതിമാൻ എന്നാൽ ആരാണ് നീതിമാൻ? ഈ ലോകത്തിൽ ആരാണ് നീതിമാന്മാർ? എല്ലാവരും ഒരുപോലെയാണ് എന്ന് നമ്മൾ പൊതുവായി പറയാറുണ്ടല്ലേ? ബൈബിൾ പറയുന്നു, പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ നീതിമാനാണ് എന്ന്. നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുവാനായി, നാം നീതിമാന്മാരായി മാറാൻ യേശു കുരിശിൽ തന്നെ ബലിയർപ്പിച്ചു എന്ന് 1 പത്രോസ് 2:24 വചനം പറയുന്നു. അപ്പോൾ പാപികളായ നമ്മെ നീതിമാന്മാരാക്കുവാനാണ് യേശു കുരിശിൽ രക്തം ചിന്തിയത്. നാം പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നാം നീതിമാന്മാരായി മാറുന്നു. ലോകം നമ്മെപ്പറ്റി എന്തു വേണമെങ്കിലും പറയട്ടെ, പക്ഷേ ദൈവം നമ്മെ കാണുമ്പോൾ, നീ എന്റെ മകൻ, നീ എന്റെ മകൾ, എന്റെ രക്തത്താൽ കഴുകി നിന്നെ നീതിമാനാക്കിയിരിക്കുന്നു എന്നാണ് ദൈവം കാണുക. നീതിമാൻ എന്ന ആ ജീവിതത്തിൽ നാം സ്ഥിരമായിരിക്കണം. അപ്പോൾ നമ്മുടെ നടത്തം നീതിയുള്ളതാവണം. നമ്മുടെ സംസാരം നീതിയുള്ളതാവണം. നാം ഒന്നിലും അന്യായമായി പ്രവർത്തിക്കരുത്. സ്വാർത്ഥതയോടെ പ്രവർത്തിക്കരുത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതിയുള്ളത് എന്താണോ അത് ചെയ്യണം. സർക്കാർ ഉദ്യോഗത്തിലാണെന്നിരിക്കട്ടെ, എല്ലാവരും കൈക്കൂലി വാങ്ങുന്നു, ഞാൻ മാത്രം വാങ്ങാതിരുന്നാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി എന്ത് പറയുന്നു? വാങ്ങുന്ന ശമ്പളം മതിയാകുമെന്ന് കരുതൂ. അത്യാഗ്രഹം പാപമാണെന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ ഞാൻ കൈക്കൂലി വാങ്ങില്ല. ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മെ സമർപ്പിച്ച് നീതിയുള്ളവരായി ജീവിക്കുന്നില്ലേ? അവരുടെ മേൽ ആശീർവാദം തങ്ങും.
എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു എന്ന് വിചാരിച്ചാൽ ആശീർവാദം തങ്ങില്ല. എല്ലാവരെയും പോലെ ആശീർവാദം വരുന്നത് പോലെ വന്നിട്ട് തിരിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ബിസിനസ് ചെയ്യുന്നുണ്ടോ, അതിൽ നീതി ഉണ്ടാവണം. അന്യായമായി സമ്പാദിക്കുവാൻ പാടില്ല. കൂടുതൽ ലാഭമെടുക്കാൻ പാടില്ല. ജനങ്ങൾക്ക് പ്രയോജനമായിരിക്കാനാണ് ദൈവം ബിസിനസ് തന്നിരിക്കുന്നത്. അതിൽ നഷ്ടപ്പെടണം എന്ന് ദൈവം പറയുന്നില്ല. പക്ഷേ അന്യായമായി ലാഭമെടുത്ത് മറ്റുള്ളവർക്ക് കിട്ടേണ്ട നന്മയെ ചോർത്തിക്കൊണ്ടിരുന്നാൽ സമാധാനത്തിൽ മായം ചേർത്തുന്നിരിക്കട്ടെ. ഇന്ന് മായം ചേർക്കാത്ത സാധനങ്ങൾ കാണുന്നത് പ്രയാസകരമാണ്. അത് സമൂഹത്തെ എന്തുമാത്രം ബാധിക്കും, ജനങ്ങളെ ബാധിക്കും. അപ്പോൾ ഞാൻ സമ്പാദിക്കണമെന്ന് മായം ചേർക്കുന്നതാണ് അനീതി. എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യരുത്. അവരനീതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ എങ്ങനെയാണ് ദൈവത്തിന് അനുഗ്രഹിക്കാനാവുക? അപ്പോൾ ദൈവത്തിന്റെ മക്കളായ നാം നീതിയോടെ ജീവിക്കണം. നിങ്ങൾ ആശുപത്രി നടത്തുന്നുണ്ടെങ്കിലും, സ്കൂള് നടത്തുന്നുണ്ടെങ്കിലും, ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും, ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും, ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും നീതിയോടെ നടക്കേണ്ടതാണ്. ഒരു നീതിമാനുള്ള യോഗ്യതയോടെ നടക്കേണ്ടതാണ്. ദൈവനീതി നമ്മിൽ കാണപ്പെടണം. അപ്രകാരം നമ്മെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ആശീർവാദം തങ്ങും. ആർക്കും നമ്മുടെ അനുഗ്രഹത്തെ എടുക്കാനാവില്ല, മോഷ്ടിക്കാനാവില്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ശുശ്രൂഷ ബാധിക്കപ്പെടുന്നുണ്ടോ? ആശീർവാദം തങ്ങി നിൽക്കുന്നില്ലേ? വരുമാനം വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് തങ്ങാത്തത്? അപ്പോൾ നമ്മിലെന്തോ കുറ്റമുണ്ടെന്ന് മനസ്സിലാക്കുകയല്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇന്ന് ആലോചിക്കൂ, ചിന്തിക്കൂ. ഞാൻ ഏത് കാര്യമാണ് ശരിയാക്കേണ്ടത്? ഏത് കാര്യത്തിലാണ് അനീതിയോടെ നടന്നിരിക്കുന്നത്? ദൈവമേ, ഞാൻ നീതിമാനായി നടക്കണം. അങ്ങയുടെ നീതി എന്നിൽ കാണപ്പെടണം. ലോകത്തിൽ ജനങ്ങൾ എങ്ങനെ നടന്നാലും ഞാൻ അങ്ങയുടെ മകനായി വാക്കിലും പ്രവൃത്തിയിലും നടത്തത്തിലും നീതി കാണപ്പെടണം. അനീതിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങൾ നീതിക്കായി ദാഹിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ദൈവത്തോട് പറയൂ, എങ്ങനെ ജീവിക്കണം? ഇഷ്ടപ്രകാരം നടക്കാൻ ഭക്തിയുള്ളവരായിരിക്കാം. അതല്ല ക്രിസ്തീയ ജീവിതം. പലരുമുണ്ട്, പല മതത്തിലുള്ളവരും ഭക്തിയുള്ളവരായിരിക്കും, പല അന്യായങ്ങളും ചെയ്യും. അവരുടെ ജീവിതം മുഴുവനും അന്യായമായിരിക്കും. പക്ഷേ ഭക്തിയുള്ളവരായിരിക്കും. എന്നാൽ അങ്ങനെ നമുക്ക് യേശുവിനെ പിന്തുടരാനാവില്ല. നീതിയുള്ളവരായിരുന്നാലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ. അപ്പോൾ അതിന് നമ്മെ സമർപ്പിക്കണം. ഇന്ന് പറയുമോ, ദൈവമേ, ഞാൻ നീതിയോടെ നടക്കണം. എന്റെ പ്രവൃത്തിയിലും ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും നീതിയുണ്ടാവണം. അങ്ങയുടെ നീതി എന്നിൽ കാണപ്പെടണം. അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹം തങ്ങണം. ഞാൻ വിശ്വസിക്കുന്നു, ഇന്നു മുതൽ ആശീർവാദം സ്ഥിരമായി എന്റെ വീട്ടിലും, എന്റെ കുടുംബത്തിലും, എന്റെ ബിസിനസ്സിലും, ശുശ്രൂഷയിലും, എന്റെ ജീവിതത്തിലും തങ്ങും. അതിനായി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ